ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ രാവിലെ എണീറ്റപ്പം വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് എന്നൊരു വീഡിയോ എടുക്കാൻ തോന്നിയത്. രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റും കാര്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിച്ചു. പിന്നെ ഈ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ച് വെക്കാറുണ്ട്. അതിപ്പം കുറച്ച് ദിവസമായിട്ട് ഡെയിലി ചെയ്യാറുണ്ട്. കാരണം എനിക്ക് വെള്ളം കുടിക്കാത്തതിൻ്റെ ഇഷ്യൂസ് ഓരോന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു 2 ലിറ്ററെങ്കിലും കുടിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പം ഞാൻ ഈ ഒരു ബോട്ടിലാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുന്നതുകൊണ്ട് തന്നെ 2 ലിറ്റർ ഫുള്ളാക്കാറില്ലെങ്കിലും ഏകദേശമൊക്കെ കുടിക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഇന്നലെ ഒരു ഷോർട്സ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ ഒരു ടേബിളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ആ കലങ്കോലായി കിടക്കുകയാണ്. എന്ത് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഷോർട്സ് ആയിക്കോട്ടെ, ലോങ് വീഡിയോ ആയിക്കോട്ടെ, നമ്മുടെ ടേബിൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവസ്ഥ ഭയങ്കര മോശമായിക്കാരം കേട്ടോ. പിന്നെ അത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ടയേർഡായിട്ടുണ്ടാവും. പിന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള മൂഡൊന്നും മിക്കപ്പോഴും ഉണ്ടാകും. ഇന്നലെ എടുത്ത ഷോർട്സിന് ശേഷമാണ് നമ്മുടെ ടേബിൾ ഇങ്ങനെ ആയി കിടന്നത്. അങ്ങനെ അത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു Q&A ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു Q&A ചെയ്യാം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ആസ്ക് മീ സംതിങ് എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ അത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബ് ചാനലല്ലല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാവും, എത്രത്തോളം ഉണ്ടാവും എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതായിരുന്നു. അപ്പോൾ അതിൽ ഒരു 30-35 ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു Q&A ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ട് നോക്കാം. ക്വസ്റ്റ്യൻസ് വീഡിയോസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു Q&A ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കുക. നമുക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടാം കേട്ടോ. പിന്നെ വേണമെന്നുള്ളവർ ഈ ഒരു വീഡിയോൻ്റെ താഴെ വന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്ലൈ ആയിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തപ്പോഴാണ് ഇവിടെ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് സ്പ്രേ അടിച്ചിട്ടൊന്ന് തുടച്ച് നോക്കുകയാണ്. ചിലതൊക്കെ ഇങ്ങനെ സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ ഈ പെന്നിൻ്റെ മഷി പോലുള്ളതൊക്കെ സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ അത് പോവാറുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊക്കെ പോയി. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാനിവിടെ നിന്ന് പോയി കഴിയുമ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിലാവുമ്പം ഈ ഒരു ടേബിളിൽ ഇരിക്കാറ് എൻ്റെ അനിയന്മാരാണ്. അപ്പോൾ അവരിതിൻ്റെ മുകളിലൊരു ക്ലോത്ത് വിരിച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കാറ്. കാരണം വൈറ്റ് ആയതുകൊണ്ട് അവരെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ക്ലോത്തൊക്കെ വിരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോയി വന്നപ്പോഴാണ് ഇതുമ്മ കറുത്ത പടമൊക്കെ കണ്ടത്. അപ്പോൾ എന്താണെങ്കിലും കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ ഫുള്ളായിട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് ഭാഗങ്ങളായിട്ട് മാത്രം ഇങ്ങനെ വീഡിയോ എടുത്താണ്. അങ്ങനെ പിന്നെ ഇവൻ മുറ്റത്ത് ഇറങ്ങിയപ്പോൾ ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ കൂടെ. അവനെന്തൊക്കെയോ മുറ്റത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇവാന്നാട്ടോ അവൻ്റെ പേര്. അവൻ എൻ്റെ മോനാണ്. അവന് അടുത്ത വർഷം 4 വയസ്സാവും. ഇപ്പോൾ ഒരു 3.5 വയസ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനെന്തൊക്കെയോ കുരുത്തക്കേടും പണിയൊക്കെ ഒപ്പിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഇവനും വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. അപ്പോൾ അവന് ചില സമയത്ത് ഓരോരോ മൂഡായിരിക്കുമല്ലോ. ചിലപ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവൻ്റെ ടോയ്സ് കൊണ്ട് കളിക്കുക. പക്ഷേ ഈ ചില സമയത്ത് അവന് ഈ എൻ്റെ ടേബിളിൽ കയറിയിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുമ്പം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ തോന്നും നമ്മൾ ഭയങ്കര സ്മൂത്തായിട്ട് എടുക്കുന്ന പോലെ തോന്നും. പക്ഷേ എങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന എന്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും കേട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവനെയും കൊണ്ടൊക്കെ കുറച്ച് നേരം നടന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ ഇന്നില്ല, അമ്മക്ക് എന്തോ കല്യാണമൊക്കെ ഉള്ളതുകൊണ്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ 2 കൂടെ അത് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവൻ ആദ്യം തന്നെ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെയാണ് ഞാൻ കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഡെസ്കിൽ കുറച്ചും കൂടി ഒരു മേക്ക് ഓവർ കൊണ്ടുവരണമെന്ന് ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അതിന് എന്തൊക്കെ ഐറ്റംസാണ് വാങ്ങേണ്ടത് ഭയങ്കര കൺഫ്യൂഷൻ കേട്ടോ. കുറേ ഫ്ലിപ്കാർട്ടിൽ നോക്കും, കുറേ ആമസോണിൽ നോക്കും, മീഷോയിൽ നോക്കും. പിന്നെ എല്ലാം നോക്കി കഴിഞ്ഞാൽ അവസാനം ഫോൺ ഓഫ് ആക്കിച്ചു പോവുകയും ചെയ്യും. ഏതും ഓർഡറും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇതുപോലത്തെ കുറച്ച് വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ ഓരോ ഡെസ്ക് മേക്ക് ഓവേഴ്സിൻ്റെ വീഡിയോകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ്. പിന്നെ ഇതിൻ്റെ മുന്നേ ഒരു ദിവസം ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന ദിവസമല്ല, അതിൻ്റെ ഒരു കുറച്ച് മുന്നെയാണ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ സ്റ്റേഷനറി ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ച് പോയതാണ്. ഇത് മഞ്ചേരിയുള്ള സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റാണ്. അവിടെ ഞാൻ കുറച്ച് മുന്നൊക്കെ പോയിരുന്ന ടൈമിൽ അത്യാവശ്യം നല്ല സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്രാവശ്യം പോയതാണ്. പക്ഷേ ഞാൻ വിചാരിച്ച ഐറ്റംസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ എന്തൊക്കെയോ 1-2 സാധനമൊക്കെ എടുത്ത് പോന്നു. പിന്നെ വേറെ സെക്ഷനിലൊക്കെ നല്ല തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ പിന്നെ നമ്മുടെ കല്യാണത്തിന് പോയപ്പോൾ തിരിച്ച് വന്നപ്പോൾ കൊടുന്നതാണ് ഈ കത്ര പഫ്ക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അങ്ങനെ അതും 3 മണി നേരത്താണ്. അങ്ങനെ അതും കഴിച്ച് അങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിലൊന്ന് കിടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ കിടന്നു, ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചില ദിവസം ചിലപ്പോൾ ഉറങ്ങിപ്പോവും. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു 5:30 ടൈമിലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു 5:30 ആയപ്പോൾ ഞാനങ്ങനെ വൈകുന്നേരം എപ്പോഴും ഒന്നും ചായ കുടിക്കുന്നില്ല. ചിലപ്പം ചായ കുടിക്കും, അല്ലെങ്കിൽ ഒന്നും കുടിക്കില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കോൾഡ് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ചൂടാണല്ലേ, ഇവിടെയൊക്കെ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ക്രീമി ആയിട്ടുള്ള കോൾഡ് കോഫിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷുഗറും കോഫി പൗഡറും അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തത് ഇതുപോലെ ക്രീമായിട്ട് കിട്ടും. അതിൽ ഞാൻ നല്ല തണുത്ത പാലാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഐസ് ക്യൂബ് ഇടുന്നില്ല. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ ഒരു തണുപ്പ് ഒരു ലിമിറ്റ് ലെയർ ആയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തൊണ്ടവേദന ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര തണുപ്പിലാണ് കുടിക്കുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതോടെ ഞാൻ ഈവനിങ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കൽ നിർത്തി. പിന്നെ രാത്രി അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഷോർട്സ് ഒക്കെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അധികം ഞാൻ രാത്രിയിലാണ് എടുക്കാറ്. അല്ലെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് രാത്രിയുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക.